വോട്ടുകൾ പെട്ടിയിലായതോടെ ശുഭപ്രതീക്ഷയിൽ മുന്നണികൾ. തങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഫലം കണ്ടതായാണ് വോട്ട് ശതമാനത്തിലെ വർധന ചൂണ്ടിക്കാട്ടി മുന്നണികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഉറപ്പെന്നും മറ്റ് സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ടെന്നും UDF പറയുമ്പോൾ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നും ഇത്തവണ ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും LDF-ഉം അവകാശപ്പെടുന്നു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. വോട്ടുകൾ പെട്ടിയിലായതോടെ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് LDF-ഉം UDF-ഉം. 110 സീറ്റ് നേടാനാക്കുമെന്ന് വിലയിരുത്തിയാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത്. അത്രയുമില്ലെങ്കിലും 80 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് ഇടത് നേതാക്കൾ ഉറപ്പിച്ച് പറയുന്നത്. 100-ലധികം സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ചാണ് UDF-ഉം പ്രചാരണത്തിനിറങ്ങിയത്. അതിൽ നിന്നും ഒട്ടും ആത്മവിശ്വാസക്കുറവ് അവർ പ്രകടിപ്പിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞാൽ 85, അനുകൂല തരംഗമുണ്ടായാൽ 100 കവിയും. ഇതാണ് വോട്ടെടുപ്പിന് ശേഷമുള്ള UDF നേതാക്കളുടെ അവകാശവാദം. 30 A-ക്ലാസ് മണ്ഡലങ്ങൾ തിരിച്ചാണ് BJP അംഗത്തിനിറങ്ങിയത്. 12ഇടത്ത് ശുഭപ്രതീക്ഷയാണ് അവരും പ്രകടിപ്പിക്കുന്നത്. നിലവിൽ 98 സീറ്റാണ് LDF-നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് കണക്കിൽ LDF-ന് 57 മണ്ഡലത്തിലാണ് ഭൂരിപക്ഷമുള്ളത്. തദ്ദേശ കണക്കിൽ UDF-ന് 10,000 വോട്ട് വരെ മേൽക്കൈ നേടിയ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കണമെന്നതായിരുന്നു ടാർഗറ്റ്. അങ്ങനെയാണ് നേടാവുന്ന സീറ്റുകളിൽ 110 എന്ന മാന്ത്രിക സംഖ്യ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എല്ലാ ജില്ലകളിലും മത്സരം കടുത്തതായിരുന്നുവെന്ന് CPM നേതാക്കൾ സമ്മതിക്കുന്നു. എല്ലാ ജില്ലകളിലും സീറ്റ് കുറയുവാനിടയുണ്ട്. എത്ര കുറച്ചാലും 20 സീറ്റിലധികം കുറയില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സെഞ്ചുറി തികയ്ക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. മലബാറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാനാകും. മലപ്പുറം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ ആധിപത്യ വിജയമായിരിക്കും. കൊല്ലം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ LDF-ന് ലഭിച്ചിരുന്ന മേൽക്കൈ ഇല്ലാതാകുമെന്നും UDF പറയുന്നു. തദ്ദേശ വോട്ട് കണക്കിൽ 81 സീറ്റുകളിലാണ് UDF-ന് ഭൂരിപക്ഷമുള്ളത്. ഇതൊരു ട്രെൻഡ് മാത്രമായാണ് UDF എടുക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന സൂചനയായിരുന്നു ഇതെന്നും UDF പറയുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ടാകുമെന്നതാണ് NDAയുടെയും പ്രതീക്ഷ. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, ചാത്തന്നൂർ, തിരുവല്ല, ആറന്മുള, പാല, പൂഞ്ഞാർ, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളാണ് പ്രതീക്ഷാ മണ്ഡലങ്ങൾ. മഞ്ചേശ്വരത്തും കാസർഗോട്ടും BJP ജയിക്കാതിരിക്കുവാനുള്ള വോട്ട് കൈമാറ്റം അവസാനഘട്ടത്തിൽ നടന്നെന്ന സംശയവും നേതാക്കൾ പ്രകടിപ്പിക്കുന്നു. പാലക്കാട്ടെ വിവാദങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നതിലും നേരിയ ആശങ്കയുണ്ട്. കഴക്കൂട്ടത്ത് നല്ലൊരു ഭാഗം LDF വോട്ടുകൾ NDAയിലേക്ക് വന്നതായാണ് നേതാക്കളുടെ വിശ്വാസം. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരവും കാസർഗോഡും UDF-ഉം ഉദുമയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും LDF-ഉമാണ് കൈവശം വെച്ചിട്ടുള്ളത്. മഞ്ചേശ്വരത്തും കാസർഗോട്ടും വോട്ടിംഗ് ശതമാനം കൂടിയതിനാൽ ഈ 2 സീറ്റും ഉറപ്പാണെന്ന് UDF ക്യാമ്പ് പറയുന്നു. മറ്റു 3 എണ്ണത്തിൽ 1-2 പിടിക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ 3 സീറ്റ് ഉറപ്പാണെന്ന കാര്യത്തിൽ LDF-ന് സംശയമില്ല. കാസർഗോട്ട് ഇടതു സ്വതന്ത്രൻ അത്ഭുതം കാട്ടുമെന്നും ഇവർ പറയുന്നു. വോട്ട് ചെയ്ത സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെ അപേക്ഷിച്ച് 1 ലക്ഷത്തോളം അധികമാണ്. ന്യൂനപക്ഷ വോട്ടുകളും വൻതോതിൽ പോൾ ചെയ്യപ്പെട്ടു. SIR പ്രകാരം ജില്ലയിൽ നിന്ന് 56,911 വോട്ടർമാർ ഒഴിവായിരുന്നുവെങ്കിലും കന്നി വോട്ടർമാരുൾപ്പെടെ 82,273 പേർ പുതുതായി വന്നു. കടുത്ത ത്രികോണ മത്സരം നടന്ന മഞ്ചേശ്വരത്ത് അപര വിമത ശല്യമൊക്കെയുണ്ടെങ്കിലും വിജയം ഉറപ്പിച്ച നിലയിലാണ് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ AKM അഷ്റഫ്. മുഖ്യ എതിരാളി NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനും വിജയപ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.